ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു സമാന്തരികം വരയ്ക്കാനാണ് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ് വശങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് തന്നിട്ടുള്ളത് 18 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, പരപ്പളവ് കാണാൻ വേണ്ടി ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അഥവാ പാദം ഇൻറ്റു ഉയരമാണെന്ന് നമുക്കറിയാം. നമ്മളിവിടെ ബേസ് ആയിട്ട് അഥവാ പാദമായിട്ട് 6 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഉയരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ അഥവാ പരപ്പളവ് ബൈ ബേസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബേസ് 6 ആണെന്ന് പറഞ്ഞു. 18/6 എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പാദമായിട്ടുള്ള 6 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. അതിന് പെർപെൻഡിക്കുലറായിട്ട് അഥവാ 90 ഡിഗ്രിയിൽ നമ്മൾ ആ ഒരു ഹൈറ്റ് നമ്മൾ എഴുതും. ഓക്കെ, വരച്ച് വെക്കും. അത് 3 സെൻറ്റിമീറ്റർ ആണല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഹൈറ്റിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ പാരലലോഗ്രാം സമാന്തരികം പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ലൈൻ അവിടെ വരച്ചു. ഓക്കെ, അതൊരു റെസ്ട്രിക്ഷൻ ലൈനാണ് നമുക്ക് കരുതാം കേട്ടോ. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇനി നമ്മൾ അടുത്ത സൈഡായിട്ടുള്ള 4 സെൻറ്റിമീറ്റർ എടുക്കും. ഓക്കെ, 4 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു ആർക്ക് വരയ്ക്കാണ് കേട്ടോ. നമ്മുടെ സ്കെയിലെടുത്തിട്ട് കോമ്പസ് കൊണ്ട് നമ്മൾ ആർക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആർക്കും നമ്മുടെ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ ലൈൻ ഉണ്ടല്ലോ, അതും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാകും. അങ്ങോട്ടേക്ക് ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു 4 സെൻറ്റിമീറ്റർ എന്നത് നമുക്കിതിൻ്റെ ഒരു സമാന്തരികമാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലൈന് തന്നെ ഈ ഒരു ലൈനിൻ്റെ അളവ് തന്നെ ഞാൻ അപ്പുറത്ത് എടുക്കുകയാണ്. അതായത് 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് ഞാൻ അവിടെ വീണ്ടും വരച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ലൈൻ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻറ്റിലോട്ട് ഞാൻ ഒരു ലൈന് വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് സമാന്തരികം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിന് ABCD എന്ന് പേര് കൊടുക്കുകയാണ് കേട്ടോ. ABCD. ഇതിൽ AB ആണ് ബേസ്. അതെന്താണ്? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ABയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് CD. അപ്പോൾ AB = CD = 6 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇതെന്താണ്? നമ്മുടെ ബേസാണ് അഥവാ പാദമാണ് കേട്ടോ. അങ്ങനെ എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഹൈറ്റ് ആയിട്ടുള്ള 3 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അത് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, മറ്റേ സൈഡ് എന്താ വരുന്നത്? ഒരു സൈഡ് നമുക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടി. അതായത് BCയും ADയും അല്ലേ, അത് രണ്ടും എന്താണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലോ ഒരു പാരലലോഗ്രാമിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.